സംസ്ഥാന കോർ ഗ്രൂപ്പ് യോഗം ചേർന്നു. പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിൻ്റെ അഭിപ്രായങ്ങൾ കൂടി ഞങ്ങളുടെ മുൻപാകെ വെച്ചു. ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് ശ്രീ രാജീവ് ചന്ദ്രശേഖറിനെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായിട്ട് തീരുമാനമെടുത്തു. ഇപ്പോൾ 2 മണിക്കും 3 മണിക്കും ഇടയിൽ അദ്ദേഹം പാർട്ടിയുടെ എല്ലാ മുതിർന്ന നേതാക്കളും നാമനിർദ്ദേശ പത്രികയിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. അവരുടെ എല്ലാവരുടെയും നിർദ്ദേശത്തോടു കൂടിയിട്ടുള്ള നാമനിർദ്ദേശ പത്രികയായിരിക്കും ശ്രീ രാജീവ് ചന്ദ്രശേഖറിന് സമർപ്പിക്കാൻ പോകുന്നത്. വേറെ ഏതെങ്കിലും നിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സാധ്യതയും ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ഏകകണ്ഠമായിരിക്കും. പക്ഷേ ഔപചാരികമായിട്ടുള്ള പ്രഖ്യാപനം വരണാധികാരിയായിട്ടുള്ള ശ്രീ പ്രഹ്ലാദ് ജോഷിജി ഇന്ന് വൈകിട്ടെത്തിയതിന് ശേഷം നാളെ രാവിലെ സംസ്ഥാന പ്രതിനിധി സഭയുടെ പ്രതിനിധി സമ്മേളനത്തിൽ വെച്ച് നടക്കും. രാജീവ് ചന്ദ്രശേഖർ BJPയുടെ കേരളത്തിലെ ദൈനംദിന രാഷ്ട്രീയ വിഷയങ്ങളിൽ അങ്ങനെ ഇടപെടുന്നതാണല്ലോ. പക്ഷേ അദ്ദേഹം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ചപ്പോൾ ഒരു മികച്ച പ്രകടനം കാഴ്ചവെച്ചു. അതാണോ അദ്ദേഹത്തിന് ഘടകം? അല്ല, അദ്ദേഹം വർഷങ്ങളായിട്ട് അതായത് ദൈനംദിന രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളിൽ ഇടപെടുകയും അത് അറിയുകയും ചെയ്യുക എന്നുള്ളതാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനം. ജനങ്ങളുമായി മുരളീധരൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. നാളെ സംസ്ഥാന അധ്യക്ഷന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നാളെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ളതാണ് വി മുരളീധരൻ പറഞ്ഞത്.